ഹായ് വെൽക്കം. നമുക്കിന്ന് കുടുംബബന്ധത്തെക്കുറിച്ച് മറ്റൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കാം. എങ്ങനെ നമുക്ക് കുടുംബബന്ധങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങളുടെ കുടുംബബന്ധങ്ങൾ വളരെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയും. നമുക്കതിലേക്കൊന്ന് പോകാം. അപ്പം കുടുംബബന്ധത്തിനകത്ത് നമുക്ക് ശരിക്കും നോക്കുമ്പോൾ ഞാനിവിടെ സ്റ്റോറി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും തമ്മിൽ സ്നേഹമായി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കുറച്ച് റിച്ചാണ്. പിന്നെ തന്നെയല്ല, അവർ ഒരു ആഢ്യരാണെന്ന് അവർക്കൊരു ഫീലുണ്ട്. പക്ഷേ ഈ ബോയിനെ അവർ ആദ്യമേ തന്നെ അങ്ങ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഒരിക്കലും നിനക്ക് ചേർന്ന ബന്ധമല്ല, നീ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരുപാട് പ്രഷർ വന്നപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവരോട് ചോദിക്കും, ഹൗ മച്ച് ഡു യു ലവ് മീ? ഇങ്ങനെ പലപ്പോഴും ആംഗ്രി ആയിട്ടൊക്കെ അവൾ പെരുമാറും. രണ്ടുപേരും ഏതായാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞിറങ്ങി. പക്ഷെ എന്നാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അത്ര കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷേ അവരുടെ റിലേഷൻഷിപ്പ് അവർ തങ്ങളിൽ ഗാഢമായ പ്രണയമുണ്ട്. അപ്പോൾ അവർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഇയാൾക്ക് എബ്രോഡ് ജോലി കിട്ടിപ്പോയി. ഇയാളൊരു മറ്റൊരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഈ പെൺകുട്ടി ഒരിക്കൽ പുറത്ത് പോകുമ്പം അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം വണ്ടി ഇടിച്ച് തല പോയി തറയിലിടിച്ച്. അപ്പം ചുരുക്കം പറഞ്ഞാൽ അവൾ ICUവിലായി. കുറേ ദിവസം അവിടെ കിടന്നു. ഫേസിൻ്റെയൊക്കെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഓരോ നൈറ്റ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിലും വലിയൊരു ഷോക്ക്. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇവളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തുണ്ടായൊരു ഇമ്പാക്റ്റിൽ കാരണം ഡോക്ടർ പറഞ്ഞു, ലൈഫ് ലോങ് ഷീ വിൽ നോട്ട് സ്പീക്ക് ഇറ്റ് അറ്റ് ഓൾ. വേറെ പ്രശ്നമൊന്നുമില്ല, എവരിതിങ് ഓക്കെ, സംസാരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് ഇവൻ കൊടുത്തിട്ടുള്ള എൻഗേജ്മെൻ്റ് റിങ്ങൊക്കെ അവളുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇവളുടെ പെയിൻ ആൻഡ് സഫറിങ്സ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇവളൊരു കത്തെഴുതി ഈ ചെറുപ്പക്കാരനെ അയച്ചു. നമ്മൾ തമ്മിലുള്ള ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല, നീ എന്നെ മറന്നേക്കൂ. അപ്പം അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. ഇവൻ്റെ മറുപടി ഒന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വർഷങ്ങൾ കടന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി പറഞ്ഞു, അദ്ദേഹം വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാലും എന്നെ കാണാൻ വരുമോ എന്നുള്ള ഒരിതിൽ വന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ എങ്ങാനും ആയിരുന്നപ്പോൾ വന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ വന്നു എന്നറിഞ്ഞു. പിന്നെ കുറേ നാളായിട്ട് ഒരറിവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി വീണ്ടും വന്ന് പറയുന്നു, ഇല്ല, ചെറുപ്പക്കാരൻ അവിടെ തന്നെ ഉണ്ട്, കഴിഞ്ഞ വർഷം വന്നോ കണ്ടതാണ്, അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ല, ഇപ്പോൾ അവിടെ ഉണ്ട്, അവൻ്റെ കല്യാണമാണ്. അപ്പോൾ അപ്പം മനസ്സുകൊണ്ട് പറഞ്ഞ് അവനെങ്കിലും രക്ഷപ്പെടട്ടെ, എനിക്ക് ഈ വിധി വന്നല്ലോ എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ച് അവൻ ആശംസ നേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഈ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ അവിടെ വന്നു. ചെറുപ്പക്കാരൻ വന്നിട്ട് അവൻ്റെ കല്യാണക്കുറി ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഇവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഇവൾ ഈ കല്യാണക്കുറി പയ്യെ നോർക്കുകയാണ്. കാരണം അവൻ്റെ ആശംസയെ പറയാനായിട്ടില്ല, ഒരു അനുഗ്രഹത്തിന് സപ്പോർട്ടിന് വേണ്ടി വന്നതാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടി അവന് സപ്പോർട്ട് പറയണം എന്ന് മനസ്സുകൊണ്ട് ഉറച്ച് അവളിങ്ങനെ ഈ കാർഡ് നോർത്ത് നോക്കുമ്പോൾ വധുവിൻ്റെ പേരിലേക്ക് പോയപ്പോൾ ഇവളുടെ പേരാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ള കല്യാണമാണ്. അപ്പോൾ ഇവൻ കൈകൊണ്ട് അർത്ഥപൂർണമായി കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഈ ഭാഷ അവൾ പഠിച്ചിട്ടുണ്ട്, അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് ഞാൻ ഈ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഭാഷ പഠിച്ച് തീർന്നിട്ട് വേണം നിന്നെ വന്ന് കല്യാണം കഴിക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ഇത് കണ്ടതോടുകൂടി അവൾക്ക് അങ്ങേയറ്റം സന്തോഷമായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാഢമായിട്ടുള്ള പ്രണയമാണെങ്കിൽ നമുക്കൊരു സംഭവത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് സാധിക്കത്തില്ല.
നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുവാണെങ്കിൽ നമ്മുടെ ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആൻഡ് ഡീപ്പ് ആക്കാനായിട്ട് പറ്റും. ഒന്നാമതായിട്ട് പറയാനുള്ളത് ഈ മേക്ക് റിലേഷൻഷിപ്പ് ടോപ്പ് പ്രയോറിറ്റി. എപ്പോഴും നമ്മളൊരു കുടുംബത്തിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്നേഹിക്കുന്ന ആൾ, ആ റിലേഷൻഷിപ്പ് മേക്ക് ദ റിലേഷൻഷിപ്പ് ടോപ്പ് പ്രയോറിറ്റി. ജോലിയോ മറ്റ് അതൊന്നുമല്ല. അപ്പോൾ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് ഓഫ് കോഴ്സ് ജോലിയുടെ ഭയങ്കര തിരക്കുണ്ട്, പക്ഷേ അവിടെ ആണെങ്കിലും നമ്മളൊന്ന് അക്നോളജ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, 300-500 പേര് ക്ലാസ്സിലുണ്ട്, വൈഫ് വന്നു, എനിക്ക് തീർച്ചയായിട്ടും അക്നോളജ് ചെയ്യാം, മൈ വൈഫ് ഈസ് ഹിയർ എന്ന് പറഞ്ഞാൽ വൈഫിന് സന്തോഷമായി. അതല്ല ഞാൻ കൈ കൊണ്ടൊന്ന് കാണിക്കട്ടെ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. പക്ഷേ വൈഫ് വന്നിട്ട് ഞാൻ കൂട്ടാക്കുന്നില്ലെങ്കിലോ, പക്ഷേ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, എനിക്ക് അവിടെ സമയം എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വൈഫ് തിരിച്ചാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ അതൊന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇമ്പോർട്ടൻസ് തോന്നും. പിന്നെ അതുപോലെ തന്നെ കീപ്പ് എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക്. നമുക്ക് നമ്മളുമായിട്ടുള്ള അടുപ്പം കുറച്ചുകൂടെ കൂടുതൽ അടുക്കാനായിട്ട് കഴിയണം. അപ്പം അത് അടുക്കുന്ന മാത്രമല്ല, നമ്മളെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു റിയലിസ്റ്റിക് ആയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഒരു റിലേഷൻഷിപ്പിൻ്റെ തായ്വേരെന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് എന്നുള്ളതാണ്. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ വൈഫിനൊരു സ്ഥാനമുണ്ട്, അല്ലെ ഹസ്ബൻഡിനൊരു സ്ഥാനമുണ്ട്. അത് മനസ്സിൽ നമ്മൾ ആ ഒരു സ്ഥാനത്തിന് ഒരു അംഗീകാരം കൊടുക്കണം, റെസ്പെക്റ്റാണ്. അപ്പോൾ ആ സ്ഥാനത്ത് വേറെ ആരെയും നിർത്താൻ പറ്റില്ല. അതേപോലെ നാലാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ, ഈ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് എപ്പോഴും മ്യൂച്വൽ മ്യൂച്വലായിട്ടുള്ള ട്രസ്റ്റ്, ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് നമുക്ക് വേണം. ഈ നമുക്ക് കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേര് സംശയത്തോടു കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പോൾ പറയുന്ന ഈ റൂളുകൾ പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ ഇതുകൊണ്ട് തീരുമല്ല. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. വലിയ പാക്കായിട്ടാണ് അത് പുറത്തു വരുന്നത്. അണിയറയിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് പിക്ചേഴ്സൊക്കെ ആവശ്യമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി മോഡൽസിനൊക്കെ വെച്ച് ഒരുപാട് നോക്കി. കഴിഞ്ഞ 5 വർഷമായിട്ട് പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് തന്നെ 5 വർഷം കഴിഞ്ഞു. പക്ഷേ ഡിസൈനിങ്ങിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിക്ചേഴ്സ് വരച്ചുകൊണ്ടിരിക്കുകയാണ്, വിദഗ്ധമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം ഒരു 10-20 വീഡിയോസെങ്കിലും പലപ്പോഴായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പിന്നെ എപ്പോഴും ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. പരസ്പരം ഒരു ട്രസ്റ്റ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു പാർട്ട്ണർക്ക് എപ്പോഴും സപ്പോർട്ട് കൊടുക്കണം. ഇപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് ആരെങ്കിലും ഒരു കളിയാക്കിയ ഒരു കാര്യം വീട്ടിലുള്ളവർ പറയുവാണെങ്കിൽ നമ്മളൂടെ കൂടി ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ ചെറുതായിട്ട് തട്ടുന്നുണ്ട്. നമ്മളത് മനഃപൂർവ്വമായിട്ട് അവിടെ ചിരിക്കാതിരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ അതിന് ശേഷം അദ്ദേഹത്തോട് പറയണം ചുമ്മാ എന്ന്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ട് ബാക്കിലുണ്ട് എന്ന് അവർക്ക് തോന്നണം. സോ ജോൺ വുഡിൻ്റെ ഒരു കോട്ടുണ്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ഫാമിലി ആൻഡ് ലവ്. ലോകത്തിലെ ഡയമണ്ട് അല്ല ഏറ്റവും വലുത്, സ്വർണ്ണമല്ല, വസ്തുവല്ല, കാറല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദി വേൾഡ് ഈസ് ഫാമിലി ആൻഡ് ലവ്. അപ്പോൾ ഈ ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ മലയാളികൾ നെറ്റിചുലിക്കും. ആക്ച്വലി ഈ ഡേറ്റിംഗ് നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തെറ്റായ സങ്കല്പത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണോ, കുറച്ചുകൂടെ ഒന്ന് പ്രോബ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ കൂടുതൽ അടുത്തറിയാനായിട്ട് രണ്ടുപേരും ഒന്നിച്ചൊരു ഐസ്ക്രീം കഴിക്കാൻ പോവുകയോ കോഫി കഴിക്കാൻ പോവുകയോ പിന്നീട് ചിലപ്പോൾ ഒരു മൂവിക്ക് പോവുകയോ ഒരു പിക്നിക്കിന് പോവുകയോ ഇതൊക്കെ ചെയ്യുന്നതാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റിങ്ങിൻ്റെ റിയൽ സെൻസ്. ഞാൻ തന്നെ ക്ലാസ്സിൽ ഒരുപാട് പേരോട് ഒരു കല്യാണമൊക്കെ നിശ്ചയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട്, വൈ ഡോണ്ട് യു ഹാവ് എ കോഫി ഡേറ്റിംഗ്. കോഫി ഹൗസിൽ വരനും വധുവും ഇരുന്ന് അവർ രണ്ടുപേരും മാത്രമായിട്ടിരുന്ന് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് എന്താ തെറ്റിരിക്കുന്നത്, രണ്ടുപേരുടെ ആശയം അറിയാമല്ലോ. പിന്നീട് ഒരു റിസ്ക് വരുന്നതിന് പകരം വീട്ടുകാരുടെ ഇതിലല്ലാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഡേറ്റിങ്ങിൻ്റെ ആദ്യകാലത്തുള്ള ആ ഒരു ഊഷ്മളത പിന്നെയും നിലനിർത്താനായിട്ട്, അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ തുറന്ന് ചോദിക്കണം, ആസ്ക് ഫോർ വാട്ട് യു വാണ്ട്. അത് നമുക്ക് പറയാനായിട്ടുള്ളൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കണം. പല ആൾക്കാർക്കും ഫാദറോ മദറോ ഒരിക്കലും ഹഗ് ചെയ്യുന്ന കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഓപ്പണായിട്ട് ഹഗ് ചെയ്യാൻ മടിയുള്ള കപ്പിളുണ്ട്. കാരണം അവർക്ക് അങ്ങനെ അവരുടെ ഇതിനകത്ത് അതില്ല, ബ്ലൂ പ്രിൻറ്റിനകത്ത് അതില്ല.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പറയാനുള്ള ഒരു ഡെലിക്കസി, ഭയങ്കരമായ ഒരു ഡെലിക്കസി ഇല്ല. നമുക്കെന്താണോ വേണ്ടത് പറയാൻ പറ്റിയൊരു ബന്ധം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആദ്യ കാലത്തിൽ എപ്പോഴാണെങ്കിലും പറയാം, എന്നിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ടൊന്ന് പറഞ്ഞു തരാം, എന്തെങ്കിലും ഉണ്ടോ, ഞാൻ കറക്റ്റ് ചെയ്യേണ്ട വല്ലതും ഉണ്ടോ, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് എന്താ വേണ്ടതെന്ന് പരസ്പരം ചോദിക്കാനുള്ളൊരു ധാരണ, നിനക്കെന്ത് വേണം, എനിക്കെന്ത് വേണം എന്നുള്ള ചോദിക്കാനുള്ളൊരു ധാരണ. പിന്നെ നമുക്കെപ്പോഴും ഒരു വീക്കിലി ആയിട്ട് എന്തെങ്കിലും ഒരു റിച്വൽ, നിങ്ങൾ ഒരു മൂവിക്ക് പോവുകയോ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയോ എന്തെങ്കിലും. അതുപോലെ തന്നെ ലൈഫ് എപ്പോഴും കീപ്പ് ഇറ്റ് സെക്സി. ഈശ്വരൻ അങ്ങനെ ഒരു കഴിവ് തന്നിരിക്കുന്നത് തന്നെ സെക്സിലൂടെ നമുക്കുണ്ടാകുന്ന ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ബ്രെയിൻ അത് വളരെ ആവശ്യമാണ്. അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു അപാരതകളിലേക്ക്, ഇത് ഒരിക്കലും ബോറടിക്കാതെ അതിൻ്റെ അപാരതകളിലേക്ക് പോകാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നുവരെ നമ്മുടെ ലിറ്ററേച്ചറിൽ വന്നിട്ടില്ലാത്ത അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊരു കാര്യം ചെയ്യാം. തീർച്ചയായിട്ടും അതായത് പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും, ഇവിടെ പറയുന്നതിൽ നല്ലത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നത്, ആ സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ മാത്രം നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് കണ്ടെത്തി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, ബിക്കോസ് റിലേഷൻഷിപ്പ് റിക്വയർസ് സെലിബ്രേഷൻസ്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. ചില കാര്യങ്ങൾ നമ്മൾ ഇഫക്റ്റീവായിട്ട്, ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നിർത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വെച്ചിട്ട് നിർത്തിയാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഈ നിർത്തൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇതെല്ലാം നല്ലപോലെ പഞ്ച്വേറ്റ് ചെയ്യണം നമ്മളുടെ സ്പീച്ച്. എല്ലാ പഞ്ച്വേഷൻസും ഉപയോഗിച്ച് വേണം. സോ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. അതുപോലെ തന്നെ നമുക്കൊരു ഭാര്യയെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവൈലബിൾ ആകണം. ഭർത്താവിനെ അടുത്ത് വേണം. അതിൻ്റെ ഹൈ നീഡ്, ഫിസിക്കലായിട്ട് പ്രോബ്ലം, ഇമോഷണലായിട്ട് പ്രോബ്ലം ഉള്ളപ്പം ഭർത്താവിന് വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് വേണം. പിന്നെ ഇതിനകത്തൊരു വേറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വർക്കൊക്കെ ചെയ്താണ് വളരെ യങ്സ്റ്റേഴ്സിന് പോലും ചെറിയ മൂഡ് ചേഞ്ച് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആങ്സൈറ്റി സിംറ്റംസ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ അവരുടെ പാർട്ട്ണറെ എന്നേക്കുമായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ്. ഇനി ഞാൻ ഒരിക്കലും അവർ കാണില്ല, കുട്ടിയെപ്പോലെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല, യു ആർ ഡെഡ് ഫോർ മീ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനത് കഴിഞ്ഞ് ഞങ്ങൾ വി ആർ ഇൻ എ ഡിസ്കഷൻ. അത് കഴിഞ്ഞ് കോഫി കഴിക്കുന്ന ബ്രേക്കിൽ വന്നപ്പം ഞാൻ അവരോട് ചോദിച്ചു, യു ആർ എ ഡോക്ടർ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിന് ഡിപ്രഷൻ ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഈ സംഭവം അവരെ വല്ലാതെ പ്രൊവോക്കേറ്റ് ചെയ്യുകയും ഞാനുമായിട്ട് വല്ലാതെ മുഷിയൊക്കെ ചെയ്തു. പക്ഷേ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഭാവം തന്നെ മാറി. കാരണം അവർ ആ ഒരു ആസ്പെക്റ്റ് ചിന്തിച്ചിരുന്നേ ഇല്ല. സോ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. മറ്റൊരാളുടെ ശരീരമല്ല, മാനസികമായിട്ടുള്ള ഡിപ്രഷൻസൊക്കെ പല സമയത്ത് നമുക്ക് ഉണ്ടാകും. സ്ത്രീകൾക്കൊക്കെ പ്രസവത്തിന് ശേഷമൊക്കെ ഇത് വളരെ ഡെപ്തിലുണ്ടാകാം. അപ്പോൾ ആ സമയത്ത് നമ്മളോട് റിയാക്റ്റ് ചെയ്തു പോയി, അതുകൊണ്ട് അയാൾ മോശം, അങ്ങനെയല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഈ കല്യാണം കഴിച്ച അന്ന് മുതൽ ഭർത്താവിനെ നന്നാക്കാൻ നോക്കുന്ന ഭാര്യമാരുണ്ട്. ഓരോ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതല്ല, 100 ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് 80 ക്വാളിറ്റി നല്ലതും 20 ക്വാളിറ്റി മോശവുമാണെങ്കിൽ ആ 20 നമ്മൾ തിരുത്താൻ പോകരുത്. അത് നമ്മൾ തിരുത്തണ്ട. കാരണം ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ വഴിയിൽ നിന്നുണ്ടാകുന്ന ചാപിൽ നമ്മൾ അതിനടുത്ത് തിരുത്തുന്നത്, അതിൻ്റെ പേരിൽ മുഷിയേണ്ട കാര്യമില്ല. അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്കത് കഴിയണം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇതാണ് റിലേഷൻഷിപ്പിൻ്റെ വളരെ ബേസിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ. പിന്നെ ചില കാര്യത്തിനകത്ത് നമ്മൾ തെറ്റായ എന്തെങ്കിലും ധരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഓവ് ആൻ അപ്പോളജി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, അങ്ങനെ ചോദിക്കാനായിട്ടുള്ളൊരിത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് കുട്ടികളുമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, കുട്ടികളുടെ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇല്ല സ്പൗസ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ ഒന്ന് കണക്കിലെടുത്ത് അതിനൊരു മറുപടി. പിന്നെ അവരുടെ ഫീലിങ്സ് കൂടെ നമ്മൾ അക്നോളജ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കെല്ലാം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഹേവിയർ പലരുടെ ഭാഗത്തു നിന്നും മോഡൽ ചെയ്തിട്ടുള്ളതായിരിക്കും. അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കും.
നമ്മൾ പ്രോഗ്രാംഡ് ആയിരിക്കും, വെറുതെ പ്രോഗ്രാം കിടക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദി മാട്രിക്സ് കാണുമ്പോൾ ആ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും, മൂവി. സോ നമ്മൾ ബിഹേവിയറിനെ മോഡൽ ചെയ്യാറുണ്ട്. പിന്നെ കുടുംബത്തിലെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, ടീമായിട്ട്. അതുപോലെ തന്നെ നമ്മളൊരു അൺകണ്ടീഷണൽ സപ്പോർട്ട്, ഇങ്ങോട്ടൊന്നും വേണ്ട പക്ഷെ സപ്പോർട്ട്. പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓപ്പണായിട്ട് പറയാനായിട്ട്. പിന്നെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നമ്മളെപ്പോഴും റെഡിയാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ സോറി, അപ്പോളജീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കൂട്ടിച്ചേർക്കും. പിന്നെ ഈ കുട്ടികൾക്ക്, ടീനേജേഴ്സിനകത്ത് ഒരുപാട് പ്രോബ്ലം, ഒരുപാട് തെറ്റിദ്ധാരണ അവർക്കുണ്ട്. അവർക്ക് പറയാനായിട്ട് ഭയങ്കര മടിയുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നോ, നാവിനെക്കുറിച്ച് പറയാറുണ്ട്, പല്ലിനെക്കുറിച്ച് പറയാറുണ്ട്, മൂക്കിനെക്കുറിച്ച് പറയാറുണ്ട്. മൂക്കിൽ വിരലരുത്, കണ്ണിൽ തിരുമരുത്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് ക്യൂരിയോസിറ്റികളുണ്ട്. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ കണ്ണിനെക്കുറിച്ചും മൂക്കിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് പോലെ തന്നെ വളരെ ഓപ്പണായിട്ട് കുട്ടികളുമായിട്ടത് സംസാരിക്കുന്നതാണ്. അത് ക്ലീൻ ചെയ്യുന്നത് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് തന്നെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പിന്നെ എന്താണ് അപ്രോപ്രിയേറ്റ് സെക്സ് എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. നമ്മൾ തന്നെ അത് കൊടുക്കാനായിട്ടില്ല, അത് അവർ ഇൻ്റർനെറ്റിൽ നിന്ന് അല്ല അത് കാണേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് അപ്രിസിയേഷൻ, ലവ്, എൻകറേജ്മെൻറ്റ്, ഒരു വേർഡ്സ് ഓഫ് അഫെക്ഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഐ ലവ് യു. കുട്ടികളും അതുപോലെ തന്നെ പറയാൻ തുടങ്ങുക, കാരണം ആ വൊക്കാബുലറി അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെയും കുട്ടികളുടെയും ലൈഫും ജീവിതം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം. നമുക്കെപ്പോഴും ഇതിനകത്ത് ഞാൻ പറയാറുണ്ട് അഫർമേഷൻ, ഇതിനകത്ത് ഇപ്പോൾ ഒരു അഫർമേഷനായിട്ട് ഒക്കെ ഇത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഐ എം എ സോഴ്സ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ഫോർ മൈ ഫാമിലി. ഇറ്റ്സ് എ വണ്ടർഫുൾ അഫർമേഷൻ. ഇത് തന്നെ നമുക്ക് പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. സോ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ. ഇനിയും കുടുംബജീവിതത്തെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. നമുക്ക് അടുത്ത മറ്റൊരു എപ്പിസോഡിൽ ഞാനത് പറയാം. ഓൾ ദി ബെസ്റ്റ്.